സൗന്ദര്യം ഇത്തിരി കുറഞ്ഞാലും നല്ല സൗകര്യം വളർന്നാണ് ആലോചന എനിക്ക് സമ്മതിച്ചേക്കുക. സ്ത്രീധനം മാക്സിമം ഇങ്ങ് പോരട്ടെ. 3 പെങ്ങന്മാരെ അയക്കാനല്ലേ നിനക്ക്? എന്തായാലും രാജേട്ടൻ കെട്ടിയിട്ട് ഞാൻ കെട്ടുന്നു. ആ രാജേട്ടൻ കെട്ടിയിട്ട് നീ കെട്ടിയത് തന്നെ. എനിക്ക് ഈ ഭാര്യ കുട്ടി പരാതിയൊന്നും ശരിയാവില്ലെന്ന് അറിയില്ല നിനക്ക്. മാത്രമല്ല അതിന്റെയൊക്കെ ഒരു പ്രായവും കഴിഞ്ഞു. സ്ത്രീ വിദ്വേഷമൊന്നുമല്ല, സ്ത്രീകളോട് എനിക്ക് വളരെ ഇഷ്ടമേ ഉള്ളൂ. Good morning, young lady. I am Major Rajashekharan Nambiar. Your good name, please? I am sorry, Major. It's none of your business. You are right. Thank you. See you again. അപ്പൊ ചൂടാവുന്ന ഇനമാണ്. സാരമില്ല, പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നീട് നന്നായിട്ട് പരിചയപ്പെടാം. നശിപ്പിച്ചു. എന്നെ നന്നായിട്ട് അറിയാവുന്നൊരു കുട്ടിയാ, മലയാളി. അത് ശരി. 5-6 മാസത്തേക്കൊന്ന് ഡെറാഡൂണിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ പുതിയ പുതിയ കിളികൾ പറന്നെത്തിയത് അടിയൻ അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ട് ശുശ്രൂഷിക്കൂ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. അതിന്റെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? അതിന്റെ മുഖത്തിന് നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എനിക്കിങ്ങനെ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കിടാങ്ങളെയാ ഇഷ്ടം. അതിനൊരു രസമുള്ളൂ. അതെ, എന്താ ഈ മറപ്രാവിന്റെ പേര്? പേരൊന്നും ഓർക്കുന്നില്ല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ട് 3-4 മാസമായുള്ളൂ. നന്നായിട്ട് അറിയാം, പക്ഷെ പേരൊട്ട് ഓർക്കുന്നുമില്ല. വേണ്ട, ഞാൻ തന്നെ തപ്പി പിടിച്ചോളാം. രാജേട്ട, തപ്പാനും പിടിക്കാനൊന്നും പോണ്ട. പേര് സൂസന്ന. ആഹാ, പാവ. അത് ഞാൻ വെറുതെ വിട്ടേ. പാവമൊന്നുമല്ല, പക്ഷേ വെറുതെ വിടണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. तुम्हारा कैप ठीक नहीं है. बट मिलाकर रखो. Susanna, 1 minute. Yes. What do you want? അല്ല, പേര് ചോദിച്ചപ്പോ പറഞ്ഞില്ല, പിന്നെ അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. പേര് ചോദിച്ചാൽ പറയാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഇങ്ങനെയൊക്കെയാ കൊച്ചേ മനുഷ്യർ തമ്മിൽ ബന്ധവും പരിചയമൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ പരിചയമായില്ലേ, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എവിടെയാ നാട്, എവിടെയാ വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊക്കെ അറിയാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഒരു സൗന്ദര്യാസ്വാദകൻ അല്ലേ പറയണ്ട. നാടും കൂടും ഒക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതുപോലെ വീണ്ടും വന്ന് കണ്ടോളാം. ഓക്കെ, see you again. അറിയാമോ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, മറിയാമ്മയ്ക്ക് എന്തോന്ന് വിശേഷം? ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് ജീവിക്കുന്നു. എന്നാലേ പുതിയ കൂട്ടുകാരിക്ക് ഈ നമ്പ്യാർ സാബിന്റെ മൊത്തത്തിലുള്ള ബയോഗ്രഫി ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ കാര്യങ്ങളോട് എളുപ്പമാവും. See you.
ഇതും കൂട്ടി 6-മത്തതാ. ഇനി മതി രാജേട്ടാ. തന്നെക്കൊരു ബിയർ കൂടെ പറയട്ടെ. ഇത് 2-മത്തതാ. ഇത് തന്നെ അധികം. ഓക്കെ. നമ്പ്യാരെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്നിനെ നോക്കി വെച്ചാൽ ഉടനെ അവർ തന്നെ കൊത്തണമെന്ന് തനിക്ക് എന്തായിട്ടാണ് നിർബന്ധം? മനസ്സിലായില്ല. അല്ല, താനൊന്ന് വഴിയില്ല പുതിയ രംഗത്തുണ്ടല്ലോ സൂസന്ന, അതിനെ പിടിച്ചേർത്തി എന്തൊക്കെ ചോദിച്ചെന്നോ പറഞ്ഞെന്നോ ഒക്കെ അറിഞ്ഞു. ആണുങ്ങളായ പെൺപിള്ളാരെ വഴി തടഞ്ഞു നിർത്തി പലതും ചോദിച്ചെന്നും പറഞ്ഞെന്നും ഒക്കെ ഇരിക്കും. അല്ലെങ്കിലും പണ്ടേ താൻ കണ്ടുവയ്ക്കും, ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. അതല്ലേ പതിവ്. തനിക്ക് എച്ചിൽ തന്നെയാണ് യോഗമുള്ളൂ. എപ്പോഴും അങ്ങ് എച്ചിൽ തിന്നുമെന്ന് വിചാരിക്കണ്ട, ചിലപ്പോ തിരിച്ചും സംഭവിക്കും. ഓ, അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ഈ മീശ പഠിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് തന്റെ മുമ്പ് ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ഇനി ഇയാൾ എണീച്ച് അപ്പുറത്തെ ടേബിളിലോട്ട് പോയിരിക്കും. ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ചെല്ലേ നിങ്ങൾ തമ്മിൽ എപ്പ കണ്ടാലും ഈ പെണ്ണ് കേസല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഇറ്റ്സ് റിയലി എ ഷെയിം. അല്ലേ തന്നെ ഇവനെ കണ്ട എനിക്കും ചൊറിയും, എന്നെ കണ്ട അവനും ചൊറിയും. എനിക്കിപ്പോ ചൊറിച്ചിൽ മാത്രമല്ല, കഴിക്കുന്ന തരിപ്പുണ്ട്. അത്ര തരിപ്പാണ് ചെയ്യാനുള്ള ചെയ്തിട്ട് പോണാ പുല്ലേ. ഓ രാജേട്ടാ, മേഖറെ കൈ ചൂട്ടി കാണിച്ച് പേടിപ്പിക്കല്ലേ? പോ രാജേട്ടാ, ഇരിക്കെ കുടിച്ചു തീർക്കാൻ നോക്ക്. നേരെ പോവാം. അപ്പോ സൂസനെ കാണാൻ വീണ്ടും ശ്രമിച്ചു അല്ലേ? ഈ സൂസന്റെ കാര്യത്തിൽ ഇയാൾക്കെന്താ എത്ര വിഷമം? ഇയാളാരും ലോക മനസാക്ഷിയോ? ഇനി അതല്ല, നിനക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടേ പറഞ്ഞു, ഞാനങ്ങ് വിട്ടേക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ല. പക്ഷേ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പിഴപ്പിച്ചാൽ അതിന്റെയൊക്കെ കണ്ണീര് നിന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞത്. അല്ല, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ സംസാരിച്ചാൽ ബോറാവും. ഓറായി. അതുകൊണ്ട് വേറെ 1 ഡബിൾ ലാർജ്. ऐसा नहीं है, तुम लोग ठीक नहीं कर रहे हैं. मैं दिखाऊंगा. उतरो, मुझे जाओ, पीछे गिर जाओ. देख. How do you feel now, Major? Feeling better, Doctor. That's good. We'll continue the same drugs for 3 more days. Yes, Doctor. സർവീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അബദ്ധം പറ്റുന്നത്. സത്യത്തിൽ റോപ്പി പിടിച്ച് മുകളിലോട്ട് കയറുമ്പോ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ദിവസവും 5-8 ചുരുട്ടും വലിച്ച് 8-9 പേർക്ക് റമ്മും കുടിച്ചാ പിന്നെ ആരാ ബ്ലാക്ക് ഔട്ട് ആവാണ്ടിരിക്കുക? യെസ്, ദാറ്റ് ഇസ് ട്രൂ. വയസ്സ് 10-40 കഴിഞ്ഞില്ലേ? ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വേണം. ലെസ്സർ ഡ്രിങ്ക്സ് ആൻഡ് ലെസ്സർ സിഗാർസ്. 1-2 ദിവസത്തിനും യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്. സീ യു ടുമോറോ. സീ യു. ഐ വിൽ ജോയിൻ യു ഇൻ ദി ഓഫീസ്. ഓക്കെ. ഈ വീഴ്ച രാജേട്ടനൊരു വാർണിംഗ് ആണ്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡ് ആവണം. എങ്കിലേ ഇപ്പോഴത്തെ ജീവിത രീതികൾക്കൊരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ എന്നും മദ്യപാനവും പെണ്ണുകേസുമായിട്ട് സ്വയം നശിക്കാം. അതെ, ഇങ്ങനെ വീണത് നന്നായി. അതുകൊണ്ട് ഇതുപോലെ ഇവിടെ കിടക്കാൻ വരാനും പുതിയ പുതിയ പൈങ്കിളികളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരവസരമായല്ലോ. ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചിലർ കണ്ടുപഠിക്കും, ചിലർ കൊണ്ടുപഠിക്കും. ഇതിനി ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. പൗലോസേ, 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഏതായാലും ഇയാളൊന്ന് വീണു. എനിക്ക് നന്നായിട്ട് വീണ് കയ്യോലൊടിച്ച് 1 മാസം കിടന്നിരുന്നെങ്കിൽ ശുശ്രൂഷിക്കാനെങ്കിലും ഒരു പെണ്ണ് കെട്ടിയാലോ എന്നുള്ള ചിന്തയെങ്കിലും വന്നേന്. ഇയാളും രക്ഷപ്പെട്ടേന്, ഞാനും രക്ഷപ്പെട്ടേന്. താനെന്തൊരു തുറവിറക്കുന്നേ? ഒന്നുമില്ല സാർ, ഓരോ സമയദോഷങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു.
ഓഹോ, ചിറ്റപ്പനോ? അതേടാ, ഞാൻ തന്നെ ചിറ്റപ്പൻ. എന്താ നിനക്ക് ഇഷ്ടായില്ലേ? ഒട്ടും ഇഷ്ടമില്ല. ആ, കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ. അതേടാ, എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വന്ന് കാണും. അതിന് എനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ടടാ. മാറി നിൽക്കടാ, ഞാൻ എന്റെ ചെക്കനൊന്ന് കാണട്ടെ. ആ. നിനക്ക് എന്ത് പറ്റിയടാ രാശേരം കുട്ടി? ചിറ്റപ്പൻ എന്താ നീ അറിയിക്കാഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നെ വേഗം വാ ചിറ്റപ്പ, വേഗം വാ ചിറ്റപ്പ എന്ന് വിളിക്കുന്നതായിട്ട്. അതല്ലേ ഞാൻ വേഗം ഓടി വന്നത്. നിന്ന് പിടിച്ചേ. പിടിക്കാൻ കസേരയിലുണ്ടോ? ഇല്ല. ആ. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഓ, ഒന്നുമില്ല, ഒന്ന് വീണു. 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവാം. തിരിച്ചൊക്കെ പോകാമായിരിക്കും, പക്ഷെ ഒന്ന് വീണതല്ലേ. ഇവിടുത്തെ മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ല. ഇവിടെ ഒരു കുപ്പി ബ്രാൻഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിനാ? ഉരുന്ന് കളിക്കാതെ കാര്യം പറ. കിട്ടുമോ? കിട്ടും. നല്ല ചൂടുവെള്ളം കിട്ടുമോ? കിട്ടും. കുരുമുളക് കിട്ടുമോ? എന്തിനാ രസം വെക്കാനാ? അതിനല്ലടാ മണ്ട. 2 ഔൺസ് ബ്രാൻഡിയിൽ 2 ഔൺസ് ചൂടുവെള്ളം ഒഴിച്ച് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അതങ്ങനെ ഒരു 6 നേരം കൊടുക്കുമ്പോ എനിക്കും അതുപോലെ തന്നെ 6 നേരം ചുടുവെള്ളവും കുരുമുളക് പൊടിയും ഇല്ലാണ്ട് ഇങ്ങോട്ട് തരിക. അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ തികഞ്ഞ ആരോഗ്യവാനായിട്ട് നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ ചിറ്റപ്പൻ ഇവിടുന്ന് തിരിച്ചു പോവുള്ളൂ. അതൊന്നും വേണ്ട ചിറ്റപ്പ, പൗലോസ് ഉണ്ടല്ലോ. 1-2 ദിവസം കഴിഞ്ഞ് ചിറ്റപ്പൻ പോയിക്കോളൂ. അല്ല, അമ്മയ്ക്കൊന്നും വിശേഷം? 4-ാം നാൾ വാദപ്പിനെ ഒന്ന് കൂടി. കഷായം കുടിച്ചപ്പോ അതോട് കുറഞ്ഞു. ആ, അതൊക്കെ പോട്ടെ. മിനിഞ്ഞാന്ന് ഫോൺ ചെയ്തപ്പോ കുറച്ച് കാവർത്തതും കടുമാങ്ങയൊക്കെ കൊടുത്തു വിടുന്ന പറഞ്ഞിരുന്നല്ലോ. ആര് പറഞ്ഞു? അമ്മ. ആര്? അമ്മ. അത് ഞാൻ പറഞ്ഞില്ലേ രാശാരൻകുട്ടി? അതെന്തേ ഞാൻ പറയാഞ്ഞത്? അതെ, ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. എവിടാ? വെള്ളമടിച്ച് എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും ചിറ്റപ്പോ. ദേ, അധികം തമാശ വേണ്ട. മിലിറ്ററി ആണെന്നും ഞാൻ നോക്കില്ല. അടിച്ച് ചെവിപ്പിക്കോ? പോട്ടെ പോട്ടെ പോട്ടെ. പൗലോസേ, ആ, ചിറ്റപ്പനെ ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടു. ചിറ്റപ്പൻ ഇനി നാളെ രാവിലെ വന്നാൽ മതി. ആ, നല്ല തണുപ്പുണ്ട് ഇവിടെ. ഉണ്ടവിടെ. വാടാ വാ. ഇയാള് ചിറ്റപ്പനല്ല, ചിറ്റപ്പനാ. അവിടെ ഇരിക്കുന്ന റം മുഴുവൻ ഇയാളിന്ന് കുടിച്ചു തീർക്കും. അയ്യോ. ദാ,